എല്ലാവർക്കും ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അഖാൽ ഔർ ഉസ്കെ ബാദ് എന്ന കവിതയുടെ അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ആ യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഠാക്കുർ കാ കുവാം എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും ദുഷിച്ച പ്രവണതയാണ് ജാതി വ്യവസ്ഥ. ഈ ജാതി വ്യവസ്ഥ നമ്മുടെ സമൂഹത്തിലുള്ളത് കൊണ്ട് തന്നെ ഈ ജാതി വ്യവസ്ഥയുടെ ദുരന്തം നേരിട്ട് അറിഞ്ഞിരുന്ന സ്വാമി വിവേകാനന്ദൻ അതുകൊണ്ട് തന്നെ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചു. എന്നാൽ നവോത്ഥാന നായകന്മാരുടെയും സാമൂഹിക പരിഷ്കർത്താക്കളുടെയും നിരന്തരമായ ഇടപെടൽ മൂലം നമ്മുടെ സമൂഹത്തിൽ നിന്നും ജാതി വ്യവസ്ഥ ഒരു പരിധി വരെ ഇല്ലാതാക്കാൻ സാധിച്ചു. ഈ ആധുനിക യുഗത്തിലും നമ്മുടെ രാജ്യത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഈ ജാതി വ്യവസ്ഥയുടെ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്നും ജീവിക്കുന്നു എന്നുള്ള സത്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇവിടെ കാലിക പ്രാധാന്യമുള്ള വിഷയവുമായി ഠാക്കുർ കാ കുവാം എന്ന പ്രേംചന്ദിൻ്റെ കഥയാണ് നമുക്ക് എടുക്കാനുള്ളത്. ജാതി വ്യവസ്ഥയുടെ ഭീകരത വർണ്ണിക്കുന്ന ഠാക്കുർ കാ കുവാം. ഇവിടെ ഠാക്കുർ എന്ന് പറഞ്ഞാൽ ജന്മി, കുവാം എന്ന് പറഞ്ഞാൽ കിണർ. ഓക്കെ, അപ്പോൾ നമ്മൾ കഥയിലെ പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങളാണ് ഗംഗി, ജോക്കു. അവർ താഴ്ന്ന ജാതിക്കാരാണ്. ജോക്കു അസുഖമായിട്ട് കുറേ ആയിട്ട് കിടപ്പിലാണ്. അപ്പോൾ ആ ഗ്രാമത്തിൽ അവർ താമസിക്കുന്ന ഗ്രാമത്തിൽ ആകെ 3 കിണറുകളാണുള്ളത്. അതിൽ ഒന്ന് ഈ താഴ്ന്ന ജാതിക്കാർ ഉപയോഗിക്കുന്ന കിണർ, മറ്റ് 2 ഉയർന്ന ജാതിക്കാരെ ഉപയോഗിക്കുന്ന കിണറുകൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കഥയിലെ ഭാഗങ്ങളിലേക്ക് നമുക്ക് വരാം. ഓക്കെ, എല്ലാവരും ടെക്സ്റ്റിലേക്ക് നോക്കാം. നോക്കൂ, ഠാക്കുർ കാ കുവാം കഹാനി പ്രേംചന്ദ്. ഇന്ത്യയിലെ ഉപന്യാസ സാമ്രാട്ടായിട്ടുള്ള പ്രേംചന്ദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥയാണ് ഠാക്കുർ കാ കുവാം. നോക്കൂ, ജോക്കു ने लोटा मुंह से लगाया तो पानी में सख्त बदबू आई. गंगी से बोला यह कैसा पानी है. ജോക്കു ലോട്ട എന്ന പാത്രം വായിലേക്ക് വെച്ച സമയത്ത്, മൂഹ്സെ ലഗായാത്ത വായിലേക്ക് ഇങ്ങനെ കുടിക്കാൻ വേണ്ടി വെച്ച സമയത്ത്, പാനിമേ സഖ്ത് ബദ്ബു, വെള്ളത്തിന് കഠിനമായ ദുർഗന്ധം. സഖ്ത് ബദ്ബു എന്ന് പറഞ്ഞാൽ കഠിനമായിട്ടുള്ള ദുർഗന്ധം ഉണ്ടായിരുന്നു. ഗംഗീസെ ബോല, അപ്പോൾ അയാൾ തൻ്റെ ഭാര്യയായ ഗംഗയോട് പറയാണ്, യഹ് കൈസ പാനി, ഇതെന്ത് വെള്ളമാണ്. മാരെ ബാസ് കെ പിയാ നെഹിൻ ചാത്ത. മാരെ ബാസ് കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുർഗന്ധം കാരണം പിയാ നെഹിൻ ചാത്ത, എനിക്കത് കുടിക്കാൻ കഴിയുന്നില്ല. ഗല സൂക്ക ജരഹ, എൻ്റെ തൊണ്ടയാണെങ്കിൽ വരണ്ടിരിക്കുകയാണ്. ഗലാറിന തൊണ്ട, സൂക്കാറിന വരണ്ടു പോവാ. അവർ തൂ സടാപ്പാനി പിലായതെത്തിയേ, നീ സടാപ്പാനി മോശപ്പെട്ട വെള്ളമാണോ എന്നെ കൊണ്ട് കുടിപ്പിക്കുന്നത്. അപ്പോൾ ഗംഗി കൊണ്ടുവന്ന വെള്ളം വായോട് ചേർത്തപ്പോഴാണ് ഇയാൾക്ക് ഈ സ്മെല്ല് അനുഭവപ്പെട്ടത്. ഗംഗി പ്രതിദിൻ ഷാം പാനി ഭർ ലിയാ കർത്തി തി. ഗംഗി എല്ലാ ദിവസവും വൈകുന്നേരം പോയിട്ട് വെള്ളം കൊണ്ടുവരാറാണ് പതിവ്. ഷാം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം. കുവാം ദൂർത, കിണർ കുറച്ച് ദൂരെ ആയതുകൊണ്ട് ബാർ ജാന മുഷ്കിൽ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകാൻ പറ്റില്ല. അതാണ് ബാർ ജാന മുഷ്കിൽ. ഇടയ്ക്കിടയ്ക്ക് പോകാൻ പ്രയാസമുള്ളത് കൊണ്ട് തന്നെ അവൾ പോകുന്ന സമയത്ത് കുറച്ചധികം വെള്ളം കൊണ്ടുവരും. കൽ വഹ് പാനിലായി എന്ന് പറഞ്ഞാൽ ഇന്നലെയും അവൾ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. തോ ഉസ്മേ ഭൂ ബിൽക്കുൽ നദി, എന്നാൽ ഇന്നലെ കൊണ്ടുവന്ന വെള്ളത്തിൽ എന്തില്ല, ദുർഗന്ധമില്ലായിരുന്നു. ഇവിടെ ഭൂ എന്ന് പറഞ്ഞാൽ ദുർഗന്ധം തന്നെയാണ്, ദുർഗന്ധം ഇല്ലായിരുന്നു. ആജ് പാനിമേ ബദ്ബു കൈസി, ഇന്നത്തെ വെള്ളത്തിൽ എങ്ങനെയാണ് ദുർഗന്ധം ഉണ്ടായത് എന്ന് അവളിങ്ങനെ ചിന്തിക്കാണ്. ലോട്ട നാക്ക് സെലക്കായ, അവൾ ആ പാത്രം ഇങ്ങനെ മൂക്കിനോട് ചേർത്ത് പിടിച്ചു. നാക്ക് എന്ന് പറഞ്ഞാൽ മൂക്ക് എന്നാണ് അർത്ഥം. തോ സച്ച്മുച്ച് ബദ്ബൂതി, എന്നാൽ അത് കൃത്യമായിട്ട് എന്തായാലും സത്യത്തിൽ അതിൽ ദുർഗന്ധം ഉണ്ടായിരുന്നു. ജരൂർ കോയി ജാൻവർ കോയമേം കിർക്കർ മർ ഗയോക, അവൾക്ക് തോന്നി തീർച്ചയായിട്ടും കോയി ജാൻവർ, ഏതോ മൃഗം, കോയമേം കിർക്കർ മർ ഗയോക, കിണറിൽ വീണ് ചത്തുപോയിട്ടുണ്ടാവും. ഗിർക്കർ മർ ഗയോക, ചത്തുപോയിട്ടുണ്ടാകും. മഗർ ദൂസര പാനി ആവേക്ക ഹാംസെ, എന്നാൽ ഇനി മറ്റ് വെള്ളം, ഇനി വേറെ എവിടുന്നാണ് വെള്ളം കൊണ്ടുവരിക എന്ന് അവൾ ഇതൊക്കെ ഗംഗയുടെ ചിന്തകളാണ്. അപ്പോൾ വേറെ എവിടുന്ന് വെള്ളം കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ, ഇനി വേറെ കിണറില്ല. കിണറുണ്ട്, പക്ഷേ ഇവർക്ക് വെള്ളം എടുക്കാൻ അനുവാദമുള്ള ഒരു കിണർ മാത്രമേ ഉള്ളൂ. ആ കിണറിൻ്റെ അവസ്ഥയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ,
ടാക്കൂർ കെ കുവം പർ കോൻ ചടിനെ ദേഗ. ആരാണ് ഈ ജന്മിയുടെ കിണറിലേക്ക് പോവാനും വെള്ളം തരാനും ഒരിക്കലും സാധിക്കില്ല. കാരണം പിന്നെ ടാക്കൂറിന്റെ കിണറിൽ പോയി വെള്ളം എടുക്കാം ഇവർക്ക് അനുവാദമില്ല, താഴ്ന്ന ജാതിക്കാരായതുകൊണ്ട് തന്നെ. ദൂർ സെ ലോഗ് ടാൻ ബത്തായെങ്കെ. വളരെ ദൂരത്ത് നിന്ന് തന്നെ കാണുമ്പോൾ അവർ ചീത്ത വിളിക്കും, വഴക്ക് പറയും. അതാണ് ടാൻഡ് ബത്തായെങ്കെ എന്ന് പറയുന്നത്. ദൂരത്ത് നിന്ന് കാണുമ്പോൾ തന്നെ ഈ താഴ്ന്ന ജാതിക്കാരായ ആളുകളെ ഉയർന്ന ജാതിക്കാർ ചീത്ത വിളിക്കും. സാഹു കാ ക്വാം ഗാവ് കെ ഉസ് സിരെ പർ. ഇനി ഈ സാഹു, ഈ കച്ചവടക്കാരൻ്റെ കിണർ ഈ ഗ്രാമത്തിൻ്റെ മറുവശത്താണ്. പരന്തു വഹാംബി കോൻ പാനി പറഞ്ഞത്, അവിടെ നിന്നും ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് വെള്ളം എടുക്കാനുള്ള അവകാശമില്ല, അനുവാദമില്ല. കോയി തീസര ക്വാം ഗാവ് മേ നഹി. എന്നാൽ മറ്റൊരു കിണർ ഈ ഗ്രാമത്തിലില്ല. അപ്പോൾ ടോട്ടൽ ഈ ഗ്രാമത്തിൽ 3 കിണറുകളാണുള്ളത് നമുക്ക് മനസ്സിലാക്കുക. ഒരു കിണർ താഴ്ന്ന ജാതിക്കാർക്ക് വെള്ളം എടുക്കാൻ പറ്റിയ കിണർ, മറ്റ് 2 ഉയർന്ന ജാതിക്കാർ ഉപയോഗിക്കുന്ന കിണർ. ഓക്കെ, അതിൽ ഇവരുടെ കിണറിലാണ് ഈ ഏതോ ജീവി വീണിട്ട് അത് ഇഷ്ടു പോയെന്ന് ഗംഗി ചിന്തിക്കുന്നത്. ജോക്കു കൈ ദിൻസെ ബീമാർ. ജോക്കു കുറേ ദിവസമായിട്ട് ബീമാർ, അസുഖമായിട്ട് കിടക്കുകയാണ്. ബീമാർ ആണ് അസുഖം. കുച്ച് ദേർ തക്ക് തോ പ്യാസ് രോക്കെ ചുപ് പടാ രഹ. കുറച്ചു നേരം അയാൾ എന്ത് ചെയ്തു? പ്യാസ്, ദാഹം, രോക്കെ ചുപ് പടാ രഹ, ദാഹം സഹിച്ചിട്ട് അയാളോട് മിണ്ടാതിരുന്നു. ഫിർ ബോല, എന്നിട്ട് അയാൾ പറയാണ്, അബ് തോ മാരെ പ്യാസ് കെ രഹ നഹി ജാത്ത. എനിക്ക് ദാഹിച്ചിട്ട് നിൽക്കാൻ കഴിയുന്നില്ല. പ്യാസ്, എനിക്ക് ദാഹിച്ച് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്ന് അയാൾ പറയണില്ല. എന്നിട്ട് അയാൾ പറയണില്ല, തരൂ ദോടാ പാനി നാക്ക് ബന്ദ് കർക്കെ പീലു. കുറച്ച് അല്പം വെള്ളം, ദോടാപ്പാനി, അല്പം വെള്ളം, നാക്ക് ബന്ദ് കർക്കെ എന്ന് പറഞ്ഞാൽ മൂക്ക് പൊത്തിപ്പിടിച്ചിട്ട് പീലും, ഞാൻ കുടിച്ചോളാം. ഈ ഒരവസ്ഥ, അതായത് ഇനി അവർക്ക് വെള്ളം ഒരിക്കലും മറ്റു കിണറുകളിൽ നിന്നും ഒരിക്കലും കിട്ടൂല എന്നുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ ഈ ജോക്കുവിൻ്റെ സംഭാഷണത്തിലൂടെ നമുക്ക് മനസ്സിലാവേണ്ടത്. ഓക്കെ, ഗംഗിനെ പാനി ഇന്നതിയ. ഗംഗി വെള്ളം കൊടുത്തില്ല. അപ്പൊ തന്നെ ഭർത്താവ് ചോദിച്ച വെള്ളം, കയ്യിലുള്ള വെള്ളം അവൾ കൊടുത്തില്ല. ഖരാബ് പാനി സെ ബീമാരി ബഡ് ജായേഗി ഇത്തിന ജാൻതിഥി. അതായത് മോശപ്പെട്ട, ഖരാബ് പാനി എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട വെള്ളം കുടിച്ചാൽ ബീമാരി ബഡ് ജായേഗി, അസുഖം വർദ്ധിക്കുമെന്ന് ഇത്തിന ജാൻതിഥി, ഇത്രയും കാലത്തെ ജീവിതത്തിനിടക്ക് അവൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പരന്തു, എന്നാൽ യഹ് ഇന്ന ജാൻതിഥി, ഇത് അവൾക്കറിയില്ലായിരുന്നു. പാനിക്കോ ഉപാൽ ദേനസെ. പാനിക്കോ ഉപാൽ ദേനസെ എന്ന് പറഞ്ഞാൽ വെള്ളം ചൂടാക്കിയാൽ, ഉപാൽ എന്ന് പറഞ്ഞാൽ ചൂടാക്കുക, ഉസ്കി ഗരാബി ചാത്തിലെത്തി, അതിലെ അഴുക്കും അണുക്കളൊക്കെ നശിച്ചു പോകും എന്ന് അവൾക്ക് അറിയാത്ത കാര്യമായിരുന്നു പോലി. എന്നിട്ട് അവൾ പറയാണ്, ഏഹ് പാനി കൈസേ പിയോക്കെ, ഈ വെള്ളം നിങ്ങൾ എങ്ങനെയാണ് കുടിക്കുക? ഇന്ന ജാനെ കോൻ ജാൻവർ മര. ഏത് മൃഗമാണ്, ഇന്ന ജാനെ കോൻ ജാൻവർ മര, ഏത് മൃഗമാണ് ചത്തതെന്ന് നമുക്കറിയില്ലല്ലോ. കുവം സെമേൻ ദൂസര പാനിലായ ദേത്തിഹു. ഞാൻ കിണറിൽ നിന്നും വേറെ വെള്ളം കിട്ടുമെന്ന് പോയി നോക്കട്ടെ എന്ന് ഗംഗി തൻ്റെ ഭർത്താവിനോട് പറയാം. ഓക്കെ, ജോക്കുനെ ആശ്ചര്യ സെ ഉസ്കി ഓർ ദേഖ പാനി കഹാം സെ ലായേഗി. ജോക്കു ആശ്ചര്യത്തോടെ അവളെ നോക്കി. ജോക്കു ആശ്ചര്യത്തോടെ അവളെ നോക്കാനുള്ള കാരണം എന്താ? ജോക്കു കോ ജാൻതാ താ ദൂസര പാനി മെ നഹി പാനിലാത്തതാ. അതായത് ഈ ഒരു കിണറില്ലാത്ത മറ്റ് കിണറിൽ നിന്ന് ഒരിക്കലും വെള്ളം കൊണ്ടുവരാൻ കഴിയില്ല എന്ന് ജോക്കുവിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അയാൾ ആശ്ചര്യത്തോടെ തൻ്റെ ഭാര്യയെ നോക്കിയത്. എന്നിട്ട് അയാൾ ചോദിച്ചു, പാനി കഹാം സെ ലായേഗി, നീ വെള്ളം എവിടെ നിന്നാണ് കൊണ്ടുവരിക? ടാക്കൂർ ഔർ സാഹു കെ ദോ കുവം തോ ഹെ. അപ്പോൾ പറയുന്നു, നോക്കൂ, ടാക്കൂർ ഔർ സാഹു കെ, ടാക്കൂറിൻ്റെയും കച്ചവടക്കാരൻ്റെയും ദോ കുവം തോ ഹെ, 2 കിണറുകൾ കൂടി ഉണ്ടല്ലോ. ക്യായക്ക് ലോട്ടാ പാനി ഇന്നെ പറഞ്ഞതെങ്കിൽ, ഒരു പാത്രം വെള്ളം നിറക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് അവൾ ഭയങ്കര ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെ പറയണം. അപ്പോൾ അതിനുള്ള ജോക്കുവിൻ്റെ മറുപടിയൊക്കെ, ഹാത്ത് പാവ് തുളുവായേക്ക് അവർ കുച്ചിനെ ഹോക. കയ്യും കാലും തല്ലി ഒടിച്ചിടും, അവർ കുച്ചിനെ ഹോക, പിന്നെ ഒന്നും ഉണ്ടാവില്ല. അതന്നെ ആയിരിക്കും അവർ ചെയ്യുക. നീ എങ്ങനെ വെള്ളം എടുക്കാൻ അവരുടെ കിണറുകളിൽ പോയാൽ അവർ എൻ്റെ കയ്യും കാലും തല്ലി ഒടിച്ചിടും. അതാണ് ഈ ജോക്ക് പറഞ്ഞതിൻ്റെ അർത്ഥം. ബൈറ്റ് ചുപ്കേസെ, മിണ്ടാതെ അവിടെ ഇരുന്നോ. ബൈറ്റ് ചുപ്കേസെ ബ്രാഹ്മൺ ദേവത ആശീർവാദെങ്കിൽ, ബ്രാഹ്മണരെ ദേവത ആശീർവദിച്ചിട്ടുണ്ട്. ടാക്കൂർ ലാട്ടി മാരെങ്കിൽ, ടാക്കൂർ വടിയെടുത്ത് അടിച്ചോടിക്കും. സാഹുജി ഏക്ക് കെ 5 ലെങ്കെ, സാഹുജി അതായത് കച്ചവടക്കാരൻ്റെ കിണറിലേക്ക് ചെന്നാൽ ഏക്ക് കെ 5 ലെങ്കെ, 1 പകരം അയാൾ 5 ചെയ്യിപ്പിക്കും. എന്ന് പറഞ്ഞാൽ ഒരു വെള്ളം അഥവാ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് ഇരട്ടി പണി, അതിൻ്റെയും ഇരട്ടി പണികൾ അയാൾ ചെയ്യിപ്പിക്കും. ഗരീബോം ക ദർദ് കോൻ സമജ്ത. ഗരീബോം ക ദർദ് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരുടെ, പാവങ്ങളുടെ വേദന. കോൻ സമജ്ത, ആരാണ് മനസ്സിലാക്കുക? ഹം തോ മർ ബി ജാത്തെ, നമ്മളെപ്പോലുള്ള ആളുകൾ മരിച്ചു പോകും. തോ കോയി ദ്വാർ പർ ചാങ്കിനി നെയ്യാത്ത, ആരും ഈ പടിവാതിക്കൽ വരെ വരില്ല, ആരും നമ്മുടെ വീടുകളിലേക്ക് വരില്ല. നമ്മൾ മരിച്ചു പോയാൽ പോലും ആരും നമ്മുടെ വീടുകളിലേക്ക് വരില്ല എന്നാണ് പറഞ്ഞത്.
കന്താദേനെ തോ ബഡി ബാത്ത്. സഹായിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ്. സഹായിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ അത് കന്താദേന എന്നാണ് ഇവിടെ സഹായിക്കുക എന്നാണ് അർത്ഥം. ഏസെ ലോഗ് കോയം സേ പാനി പറഞ്ഞതെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്തേക്കാണ് നീ വെള്ളം തുറക്കാൻ പോകുന്നത്, അതുകൊണ്ട് അത് ഒരിക്കലും കിട്ടൂല എന്നാണ് ജോക്ക് പറഞ്ഞതിൻ്റെ അർത്ഥം. അതായത് ഇവർക്ക് ഈ ജോക്കുവിൻ്റെയും ഗംഗയുടെയും ആ അവസ്ഥയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ മരിച്ചു പോയ നമ്മളെപ്പോലുള്ളവർ പട്ടിണി കിടന്ന് മരിച്ചു പോയാൽ പോലും ഒരാളും നമ്മുടെ വാതിൽക്കലേക്ക് വന്ന് നോക്കൂല, സഹായിക്കാൻ വരില്ല, സഹായിക്കുകയില്ല. ഇതൊക്കെയാണ് താഴ്ന്ന ജാതിക്കാരായ ഗംഗയും ജോക്കുവും അതുപോലുള്ള ആളുകളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് കുടിക്കാൻ സാധിക്കുന്ന ആ കിണർ, അതിൽ വെള്ളം ഉണ്ടെങ്കിൽ മാത്രം കുടിക്കുക, അല്ലെങ്കിൽ കുടിക്കാതെ അങ്ങനെ മരിച്ചു പോവുകയാണെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള ഒരവസ്ഥയിലാണ് അവിടെ കാര്യങ്ങളുള്ളത്. ഓക്കെ, ഇനി അടുത്ത ഭാഗം നോക്കൂ. ഇൻ ശബ്ദോമേ കടുവ സത്യതി. ഈ പറഞ്ഞ വാക്കുകൾക്ക് കടുവ സത്യതി എന്ന് പറഞ്ഞാൽ കയ്പേറിയ ഒരു സത്യം ഉണ്ടായിരുന്നു. സത്യം തന്നെയാണ്, ആ സത്യത്തിന് ഒരു കയ്പുണ്ട്. അത് കേൾക്കാൻ അത്ര രസമുള്ള സത്യമല്ല, കാരണം ഇത് സത്യമാണ് എന്നാണ്. നമുക്ക് പിന്നെ ഇതൊരിക്കലും എന്തല്ല, ഒരു നുണയല്ല, സത്യം തന്നെയാണ്. ഗംഗി ക്യാ ജവാബ് ദേത്തി കിന്തു ഉസ്നെ വഹ് ബദ്ബൂദാർ പാനി പീനെ കോ ന ദിയ. ഗംഗി ക്യാ ജവാബ് ദേത്തി, അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. കിന്തു ഉസ്നെ വഹ് ബദ്ബൂദാർ പാനി പീനെ കോ ന ദിയ, എന്നാൽ അവൾ ആ കയ്യിലുള്ള ആ ദുർഗന്ധമുള്ള വെള്ളം പീനെ കോ ന ദിയ, കുടിക്കാൻ തന്റെ ഭർത്താവിന് കൊടുത്തിട്ടില്ല. രാത് കെ 9 ബജെ, അങ്ങനെ രാത്രി 9 മണി. ദക്കെ മാന്തേ മസ്തൂർ തോ സോ ചുക്കേതേ, ക്ഷീണിച്ച് അവശരായിട്ടുള്ള മസ്തൂർ തൊഴിലാളികൾ പിന്നെ ഉറങ്ങാൻ ഇരിക്കുകയാണ്. അതായത് ജന്മിയുടെ പണിക്കാരൊക്കെ ഉറങ്ങാൻ വേണ്ടി തയ്യാറായി നിൽക്കുക. ഠാക്കൂർ കെ ദർവാസെ പർ 10-5 ബേഫിക്ർ ജമാതെ, ഈ ജന്മിയുടെ കവാടത്തിനടുത്ത് 5-10 ആളുകൾ ബേഫിക്ർ ജമാതെ എന്ന് പറഞ്ഞാൽ ഒരു പണിയില്ലാതെ ഒരു ചിന്തയില്ലാതെ അവരെങ്ങനെ അവിടെ നിൽക്കുകയാണ്. മൈതാനി ബഹാദുരി കൊത്തോ അഭിന്നരെ സമാനരഹ നമോക്ക. ഇനി അവരുടെ ഒരു ചർച്ചയാണ് അവരുടെ സംഭാഷണമാണ് പറയുന്നത്. മൈതാനി ബഹാദുരി കത്തോ അഭിന്ന സമാനരഹ എന്ന് പറഞ്ഞാൽ ശാരീരിക ശക്തി കൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കുന്ന സമയമൊക്കെ കഴിഞ്ഞു. അതായത് കൈക്കരുത്തിൻ്റെ ഇതിൽ പിന്നെ കാര്യങ്ങൾ നേടിയെടുക്കുന്ന സമയമൊക്കെ കഴിഞ്ഞു. കാനൂനി ബഹാദുരി കി ബാത്തേം ഹോ രഹി. ഇനി ഇപ്പോൾ നിയമപരമായിട്ടാണ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നമുക്കിവിടെ എങ്ങനെ പറയാം, പഴയ ആ സമൂഹത്തിൽ ആദ്യമൊക്കെ പിന്നെ ഈ ഉയർന്ന ജാതിക്കാരായ ആളുകൾ താഴ്ന്ന ജാതിക്കാരെ അടിച്ചിട്ടും ഉപദ്രവിച്ചിട്ടും പരിഹസിച്ചിട്ടും ഒക്കെയാണ് കാര്യങ്ങൾ നേടിയെടുത്തിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, കാനൂനി ബഹാദുരി, ഇപ്പം നിയമപരമായിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കൂ. कितनी होशियारी से ठाकुर ने दानेदार को एक घास मुक्तमे में रिश्वत दी और साफ निकल गए. എത്രത്തോളം പിന്നെ സിമ്പിളായിട്ടാണ് ഠാക്കൂർ ജന്മി ദാനേദാർ എന്ന പോലീസുകാരനുമായി ബന്ധപ്പെട്ട ഒരു കേസ് റിഷ്വത്ത് ദി ഔർ സാഫ് നിക്കൽ ഗൈ, കൈക്കൂലി കൊടുത്തു, പോലീസുകാരന് കൈക്കൂലി കൊടുത്തിട്ട് എത്ര സിമ്പിളായിട്ടാണ് ആ കേസ് അടിച്ചമർത്തിയത്. അതായത് താഴ്ന്ന ജാതിക്കാരുമായിട്ടുള്ള ഉയർന്ന ജാതിക്കാരുടെ ഒരു കേസ് പിന്നെ ഈ ഠാക്കൂർ ജന്മി പോലീസുകാരന് കൈക്കൂലി കൊടുത്തിട്ട് അയാൾ എന്ത് ചെയ്തു, ആ കേസ് ഇല്ലാതാക്കി എന്നാണ് പറഞ്ഞത്. ഇവിടെ ഠാക്കൂർ എന്ന് പറഞ്ഞാൽ ജന്മി, ദാനേദർ എന്ന് പറഞ്ഞാൽ പോലീസ്, മുക്തമേ എന്ന് പറഞ്ഞാൽ കേസ്, റിഷ്വത്ത് എന്ന് പറഞ്ഞാൽ കൈക്കൂലി. ഓക്കെ. കിത്നി അക്കൽമന്ദി സെ ഏക് മാർക്ക് കെ മുക്തമേ കി നക്കല്ലേ ആകെ. എത്ര സിമ്പിളായിട്ടാണ് പിന്നെ ഒരു പിന്നെ രേഖ പെട്ടെന്ന് തന്നെ ഈ ജന്മി കൈക്കലാക്കിയത്. അതായത് അതും ഇതേ രീതിയിൽ തന്നെ, അതായത് പോലീസുകാർക്കൊക്കെ പൈസ കൊടുത്തിട്ട് ആ രേഖ തനിക്ക് പിന്നെ മറ്റുള്ള ആളുകളുടെ രേഖ ഈ ജന്മി കൈക്കലാക്കുന്നത് പോലീസുകാർക്ക് കൈക്കൂലി കൊടുത്തിട്ട്. നാസിർ ഔർ മെഹത്തമിം സബി കഹത്തെ നകൽ നഹി മിൽ സക്തി. ഈ സൂപ്പർവൈസർ, നാസിർ എന്ന് പറഞ്ഞാൽ സൂപ്പർവൈസറും മെഹത്തമിയും മാനേജറും സബിക്കത്ത് എല്ലാവരും പറഞ്ഞു നക്കൽ നഹി മിൽ സക്തി, ഞങ്ങൾക്ക് കോപ്പിയൊന്നും കിട്ടിയില്ല, ഞങ്ങളെ കയ്യിൽ കോപ്പിയൊന്നും കിട്ടിയിട്ടില്ല എന്ന് അവർ പറഞ്ഞു. കോയി 50 മാങ്കത്ത കോയി 100. അവർ ഈ കോപ്പി കിട്ടാൻ വേണ്ടിയിട്ട് അവർ പറയുന്നുണ്ട് 50 വേണം, ചിലർ 50 വേണം എന്ന് പറഞ്ഞു, ചിലർ 100 വേണം എന്ന് പറഞ്ഞു. യഹാം ബേ പൈസ കൗടി നെക്കലുടാതി. എന്നാൽ ഒരു പൈസയും ഇല്ലാതെ ജന്മി ഈ പിന്നെ കോപ്പി നേടിയെടുത്തത്, അതായത് തങ്ങൾക്കെതിരായിട്ട് താഴ്ന്ന ജാതിക്കാർക്ക് എതിരായിട്ടുള്ള ആ കോപ്പി
ജന്മി നേടിയെടുത്തത് എങ്ങനെയാണ്? ഒരു പൈസയും കൊടുക്കാതെ നേടിയെടുത്തു. കാം കർണെ ക ടങ്കി ചായ. ഇവിടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ ഒരു പ്രത്യേക രീതിയാണ് ഈ ഉയർന്ന ജാതിക്കാർക്ക്. അപ്പോൾ ഇവിടെയൊക്കെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യം പറഞ്ഞു പിന്നെ ഉയർന്ന ജാതിക്കാരായ ആളുകൾ താഴ്ന്ന ജാതിക്കാരെ കൈക്കരുത്ത് കൊണ്ടും ഉപദ്രവിച്ചിട്ടും കൊന്നിട്ടും അടിച്ചിട്ടും ഒക്കെയാണ് കാര്യങ്ങൾ നേടിയിരുന്നത്. ആ സമയമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ എങ്ങനെയാണ്? പോലീസ് ഉയർന്ന ഉദ്യോഗസ്ഥരെ, സൂപ്പർവൈസർമാരെ, മാനേജർമാരെ, ഇൻസ്പെക്ടർമാരെയൊക്കെ അവർക്കൊക്കെ കൈക്കൂലി കൊടുത്തിട്ട് കാര്യങ്ങൾ സാധിക്കുന്ന രീതിയാണ് ഇപ്പോൾ തുടർന്നു വരുന്നത് എന്നാണ് ഇവരുടെ സംസാരത്തിൽ നിന്നും നമുക്ക് മനസ്സിലാവും. ഓക്കെ, എന്നാൽ ഈ സംസാരമൊക്കെ ഒളിഞ്ഞു നിന്നിട്ട് ആര് കേൾക്കുന്നുണ്ടായിരുന്നു? ഒരാൾ കേൾക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഇസി സമയം ഗംഗി കോയം സെ പാനി ലേനെ പहुंची. ഈ സമയത്താണ്, ഈ രാത്രി 9 മണിക്കാണ് ഗംഗി ഈ കിണറിൽ നിന്നും വെള്ളമെടുക്കാനായിട്ട് എങ്ങോട്ട് വരുന്നത്? ഈ പിന്നെ ജന്മിയുടെ കിണറിൻ്റെ അടുത്തേക്ക് വരുന്നതാണ്. അവൾ ആദ്യമായിട്ടാണ് ഈ കിണറിൻ്റെ അടുത്തേക്ക് വരുന്നത്. കാരണം അത് ഉയർന്ന ജാതിക്കാരായ ആളുകളുടെ കിണറാണ്. അതുകൊണ്ട് തന്നെ അവൾ ആദ്യമായിട്ടാണ് വരുന്നത്. കുപ്പി കി ധൂന്തിലി രോഷ്നി കുയം പർ ആ രഹി തി. ആ കുപ്പിക്ക് ധൂന്തലി രോഷിനി എന്ന് പറഞ്ഞാൽ ആ ഒരു മണ്ണെണ്ണ വിളക്ക്, പിന്നെ ആന്തൽ വിളക്കൊക്കെ ഉണ്ടാവും. ആ വിളക്കിൻ്റെ ധൂന്തിലി രോഷിനി, മങ്ങിയ പ്രകാശം, കുവേംപർ ആരഹീതി, ഈ കിണറിൻ്റെ സമീപത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഗംഗി ജഗത് കി ആട് മേ ബൈഠി മോക്കെ കാ ഇന്തിസാർ കർണേലേക്ക്. ഗംഗി പിന്നെ നല്ലൊരു സ്ഥലം നോക്കിയിട്ട് അവിടെ ആരും കാണാത്ത രീതിയിൽ ഈ കിണറിൻ്റെ ഒരു ഭാഗത്ത് ഇരിക്കുകയും, മോക്കേക്ക ഇന്തിസാർ കർണേലേക്ക്, അവസരത്തിന് വേണ്ടി കാത്തിരിക്കുക. മോക്കെ എന്ന് പറഞ്ഞാൽ അവസരം, ഇന്തിസാർ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്യുക. അതായത് ഇവർ പോയി ഉറങ്ങിയിട്ട് വേണം ഗംഗയ്ക്ക് എന്ത് ചെയ്യേണ്ടത്? ഈ കിണറിൽ നിന്നും വെള്ളം എടുക്കേണ്ടത്. ഇസ് കുവേം കാ പാനി സാര ഗാവ് പീത്ത. അപ്പോൾ അവൾ ചിന്തിക്കണം. ഇതിൽ ഗംഗയുടെ ചിന്തകൾ കുറേ വരുന്നുണ്ട്. ഇസ് കുവേം കാ പാനി സാര ഗാവ് പീത്ത. ഈ കിണറിൽ നിന്നും ധാരാളം ആളുകൾ വെള്ളം കുടിക്കുന്നു. കിസിക്കലിയെ രോക്കിനെയും, ഒരാൾക്കും തടസ്സമില്ല, ഒരു മനുഷ്യനും തടസ്സമില്ല. സിർഫ് എ ബദൻ സിബിനെയും പ്രസക്തി. എന്നാൽ ഈ നിർഭാഗ്യവതിക്ക് മാത്രമാണല്ലോ അതിന് തടസ്സം എന്ന് ഗംഗി ചിന്തിക്കുക. കാരണം അവൾ അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം എന്താ? അവൾ താഴ്ന്ന ജാതിക്കാരി ആയതുകൊണ്ടാണ് അവൾക്ക് ഈ കിണറിൽ നിന്നും വെള്ളം എടുക്കാൻ കഴിയാത്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ് എടുക്കുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ പിന്നെ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നന്നായിട്ട് വായിക്കുക. വായിച്ചിട്ട് പിന്നെ നമ്മളൊരു 2 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നുണ്ട്, ടെക്സ്റ്റുമായി ബന്ധപ്പെട്ട 2 ക്വസ്റ്റ്യൻ. ഒന്ന് പിന്നെ ठाकुर के कुएं पर कौन चढ़ने देगा, ഗംഗി ക്യോം ഇസ് പ്രകാർ സോച്ചതി. ഈ ജന്മിയുടെ കിണറിൽ നിന്നും ആരാണ് വെള്ളം എടുക്കുക? ഗംഗി എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിച്ചത്? നമുക്കറിയാലോ, അതിനുള്ള ആൻസർ നമ്മൾക്ക് സുഖമായിട്ട് എഴുതാം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഗരാബ് പാനി പീനെ സെ ബീമാരി ബഡ് ജായേഗി. മോശപ്പെട്ട വെള്ളം കുടിച്ചാൽ അസുഖം വർദ്ധിക്കും. പാനിക്ക് ഗരാബ് ഹോനേക്ക് ക്യാ ക്യാ കാരണം ഹോ സക്ത ഹൈ. വെള്ളം ഗരാബ് മോശപ്പെടാൻ എന്തൊക്കെ കാരണങ്ങളാണുള്ളത്? വെള്ളം മോശമാവാൻ എന്തൊക്കെ കാരണങ്ങളാണുള്ളത്? ആ കാരണങ്ങളൊക്കെ ഒരു 4-5 കാരണങ്ങൾ നിങ്ങൾ എഴുതി വെക്കുക. വെള്ളം മോശമാവാനുള്ള കാരണങ്ങൾ. ഒരു കാരണം ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഗുയമേ കിസി ജാൻവർ ഗിർക്കർ മർ ഗയാവുക, ഏതെങ്കിലും ജീവി ചത്തുപോയിട്ടുണ്ടാവാം, അങ്ങനെ ഒന്ന്. അതുപോലത്തെ ഒരു 3-4 കൂടി നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് ഇതിൽ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. എല്ലാവരും നല്ല രീതിയിൽ വീഡിയോ കണ്ട് ടെക്സ്റ്റൊക്കെ വായിച്ച് അവർക്ക് ഞങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ, താങ്ക്സ്.